ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചു. 19 കിലോ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. പ്രതിസന്ധിയിലൂടെ പോകുന്ന ഹോട്ടൽ, റെസ്റ്റോറന്റ്, കാറ്ററിംഗ് മേഖലകളുടെ നടുവൊടിക്കുന്നതാണ് തുടരെയുള്ള വിലവർധന. ഡൽഹിയിൽ 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വില 42 രൂപ വർദ്ധിപ്പിച്ച് 3113.50 രൂപയായും കൊൽക്കത്തയിൽ 53.50 രൂപ വർദ്ധിപ്പിച്ച് 3255.50 രൂപയായും ഉയർത്തി. കൊച്ചിയിൽ ഒരു സിലിണ്ടറിന്റെ വില 46 രൂപ വർദ്ധിച്ച് 3131 രൂപയായി. കൂടാതെ 5 കിലോഗ്രാം FTL സിലിണ്ടറുകളുടെ വില 11 രൂപയും വർദ്ധിപ്പിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള LPG വിലയിൽ മാറ്റമില്ല. നേരത്തെ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 3000 രൂപയായി വർദ്ധിപ്പിച്ചത് പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില കൂട്ടാൻ ഉടമകൾ നിർബന്ധിതരായേക്കുമെന്നാണ് സൂചന. വൻകിട റെസ്റ്റോറന്റുകളേക്കാൾ ഉപരിയായി ദൈനംദിന വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്ന വഴിയോര കച്ചവടക്കാരെയും ചെറുകിട ഹോട്ടലുടമകളെയുമാണ് ഈ വിലക്കയറ്റം ഏറ്റവും സാരമായി ബാധിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമബംഗാളിലെ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രാബല്യത്തിൽ. സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. പശ്ചിമബംഗാളിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയ്ക്ക് തുടക്കമായി. സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം അനുവദിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനും പൊതുഗതാഗത സംവിധാനത്തിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുകയും ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് പശ്ചിമബംഗാൾ ഗതാഗത വകുപ്പ് വ്യക്തമാക്കി. ബംഗാളിൽ താമസക്കാരായ സ്ത്രീകൾക്കാണ് യാത്രാ സൗജന്യം ലഭിക്കുക. ഹ്രസ്വദൂര, ദീർഘദൂര യാത്രകൾക്ക് ഒരുപോലെ സൗജന്യം ലഭിക്കും. ഗുണഭോക്താക്കളായ സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ പേരും ഫോട്ടോയുമുള്ള ഡിജിറ്റൽ സ്മാർട്ട് കാർഡ് നൽകും. QR കോഡ് സഹിതമുള്ളതാണ് ഈ കാർഡ്. സ്മാർട്ട് കാർഡിനായി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വെള്ളിയാഴ്ച. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനെതിരെ ഹർജിയിലാണ് ഉത്തരവ്. അതുവരെ കമ്പനിക്കെതിരെ യാതൊരു നടപടികളും പാടില്ലെന്ന് EDക്ക് കോടതിയുടെ നിർദ്ദേശം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിനെതിരെയുള്ള CMRLന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയാനായി മാറ്റി. വെള്ളിയാഴ്ച വരെ CMRLനെതിരെ യാതൊരു വിധത്തിലുള്ള കർശന നടപടികളും പാടില്ലെന്ന് EDക്ക് നിർദ്ദേശം നൽകി. കോടതി നൽകിയ ഈ സംരക്ഷണം അപ്പീൽ ഹർജി നൽകിയ CMRL കമ്പനിക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണ്. കേസിലെ മറ്റു കക്ഷികളായ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന് EDക്ക് നിലവിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വീണയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നതും CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതും അടക്കമുള്ള നടപടികളുമായി ED മുന്നോട്ടു പോകും. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുകളുണ്ടെന്ന് ED കോടതിയിൽ വാദിച്ചു. എന്നാൽ EDക്ക് അന്വേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രെഡിക്കേറ്റ് ഒഫൻസോ കേസിൽ ഇതുവരെ വെളിവായിട്ടില്ലെന്ന് CMRL കോടതിയിൽ ആവർത്തിച്ചു. വെള്ളിയാഴ്ച പുറപ്പെടുവിക്കുന്ന അന്തിമ വിധി കേസിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൈദ്യുതി വാങ്ങിയതിൽ അധിക ബാധ്യതയെ തുടർന്ന് നഷ്ടം ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാനൊരുങ്ങി KSEB. വൈദ്യുതി ബില്ലിൽ ഇത്തവണ സർചാർജായി യൂണിറ്റിന് 2 പൈസ ഈടാക്കാനാണ് തീരുമാനം. ഉപഭോഗം വർദ്ധിച്ചതോടെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിന്റെ അധിക ബാധ്യതയാണ് ഗുണഭോക്താവിൽ നിന്ന് ഈടാക്കുക. ജൂൺ മാസത്തെ ബില്ലിൽ സർചാർജായി യൂണിറ്റിന് 2 പൈസ വീതം ഈടാക്കുമെന്ന് KSEB അറിയിച്ചു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയ വകയിൽ 5.45 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ ബില്ലിൽ 1 പൈസ സർചാർജ് ഈടാക്കിയിരുന്നു. മാർച്ച് മാസത്തെ അധിക ബാധ്യതയായി 1.19 കോടി രൂപ സമാഹരിക്കാനായിരുന്നു യൂണിറ്റിന് 1 പൈസ സർചാർജ് ഈടാക്കിയത്. മാർച്ച് മുതൽ വൈദ്യുതി ഉപഭോഗം 6000 മെഗാവാട്ടിന് മുകളിലെത്തിയിരുന്നു. ബാധ്യത കൂടുന്നതിനനുസരിച്ച് പരിധിയില്ലാതെ സർചാർജ് പിരിക്കാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.